ദീപ ക്യൂസ് 2024 ജില്ലാതലം. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രൺധീർ സിംഗ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഉത്തരം മോഹൻലാൽ. വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം യാഗി. കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം കെ-ഷോപ്പി. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങി 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഉത്തരം ശ്രീലങ്ക. കേരളത്തിൽ സ്മാർട്ട് നഗരം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരിയിൽ. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്ന സർവകലാശാല ഏത്? ഉത്തരം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. പി.ടി. ഉഷ 400 മീറ്റർ ഹർഡിൽസിൽ സ്ഥാപിച്ച 39 വർഷത്തെ റെക്കോർഡ് തിരുത്തിയത് ആരാണ്? ഉത്തരം വിദ്യാ രാംരാജ്. അടുത്തിടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര നടനാര്? ഉത്തരം സിദ്ദിഖ്. ജോർദാനിൽ നടക്കുന്ന ലോക അണ്ടർ 17 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ ഗുസ്തി താരം ആര്? ഉത്തരം സായ്നാഥ്. പാരാലിമ്പിക്സിൽ തുടർച്ചയായി സ്വർണം നേടിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം ജാവലിൻ ത്രോ താരമായ സുമിത് ആൻഡിൽ. മണ്ണിൻ്റെ കനവും പ്രദേശത്തിൻ്റെ നിരപ്പും കണക്കിലെടുത്ത് അവിടെ എത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്ന് കണക്കാക്കുന്നതിനായി കേരള സർവകലാശാല രൂപം നൽകിയ മൊബൈൽ ആപ്പ് ഏത്? ഉത്തരം ഫ്ലിപ്പ് കെ. 2024 സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആര്? ഉത്തരം ബംഗ്ലാദേശ്. കർഷകരെ ബോധവൽക്കരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൻ്റെ മാതൃകയിൽ ആരംഭിക്കുന്ന പ്രതിമാസ പരിപാടി ഏത്? ഉത്തരം കിസാൻ കി ബാത്ത്. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? ഉത്തരം കാർത്തിക് വെങ്കിട്ടരാമൻ. ചൊവ്വാഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ കാരണമായ ഭൂഗർഭജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഏത് ബഹിരാകാശ ഏജൻസിയാണ്? ഉത്തരം നാസ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ. വംശനാശ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. കർഷകരെ സഹായിക്കാൻ കൃഷിസ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഡ്രോൺ ശ്രീ. വയനാട്ടിലെ കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗത്തിൻ്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഏത്? ഉത്തരം ഗുഡ. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ എയ്റോ വിഭാഗത്തിൽ ഡയറക്ടർ ജനറലായി
നിയമിതയായത് ആരാണ്? ഉത്തരം ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കുന്ന ബിൽ നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനമേത്? ഉത്തരം ആസാം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ബഹിരാകാശത്തിൻ്റെ അതിരായ കാർബൺ രേഖ കടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ 21 വയസ്സുകാരി ആര്? ഉത്തരം കാഴ്സൺ കിച്ചൺ. ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം സൗദി അറേബ്യയിലെ നിയോം. 2024 ആഗസ്റ്റിൽ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ഏത്? ഉത്തരം ക്രൊയേഷ്യ.